ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് ഒന്ന് കാണുക. അതുപോലെ ഒരു അപേക്ഷയാണ്, വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം തെറി വിളിക്കുക. ഞാൻ ഇന്നലെ ഒരു രേണുസുതിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്തത്. പക്ഷെ ഞാൻ അതിനകത്ത് ഒരിടത്ത് പോലും അവരെ വിമർശിച്ചൊരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ അവരെ വിമർശിച്ച് പറഞ്ഞു എന്നുള്ള രീതിയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വീഡിയോ കാണുന്നവർ അത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് മാത്രം വിമർശിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ സ്ത്രീകൾ ഒരിടത്തും സേഫ് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കണ്ടു കാണുമായിരിക്കും ഇന്നലെ പാലക്കാട് ഉണ്ടായൊരു സംഭവം. നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഉണ്ടായ ഒരു പ്രതിഷേധം. പാലക്കാട് ബസ് സ്റ്റാൻഡിലെ AC റൂം വെയിറ്റിംഗ് ഹാൾ ഓപ്പൺ ചെയ്ത്, അതായത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയ ഗണേഷ് കുമാറിനെതിരെ ഉണ്ടായ ഒരു പ്രതിഷേധം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. എന്തായാലും നിങ്ങൾ കാണാത്തവർക്കായിട്ട് ഞാനൊരു ചെറിയൊരു ക്ലിപ്പിംഗ് ഇവിടെ കൊടുക്കാം, അതൊന്ന് കാണുക. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് എൻ്റെ ചോദ്യത്തിനുള്ള കമൻറ്റ് നിങ്ങൾ 10 പേരാണ് വീഡിയോ കാണുന്നതെങ്കിലും 10 പേരെങ്കിലും അതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, പ്ലീസ്. കാര്യം നിങ്ങളിപ്പോൾ കണ്ടല്ലോ ആ വീഡിയോ ക്ലിപ്പിൽ ഞാൻ പറയുന്നില്ല, നിങ്ങളത് കണ്ടു കാണുമായിരിക്കും. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് അവർ പ്രതിഷേധക്കാരെയൊക്കെ പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്നൊക്കെ പറയുന്ന പോലെ ഞരമ്പന്മാർ, അവന്മാർക്ക് എന്ത് രീതിയിൽ, ഞാനുണ്ടല്ലോ നമ്മുടെ റിയാക്ഷൻ ചാനൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിൽ കൈസൊക്കെ ചെയ്ത വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാനിത് ചെയ്യാറുള്ളത്. അപ്പം അതിൽ അവന്മാരെ പറയുന്ന പേരുകളുണ്ടല്ലോ കറക്റ്റാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തോടൊന്നും ഇല്ല. അവന്മാരെ എന്ത് പറയണം, അത്രമാത്രം ദേഷ്യമുണ്ട്. ഒരു ഓഫീസറായ അവരോട് പോലും ഇങ്ങനെ അതും ദൃശ്യമാധ്യമങ്ങൾ, ഇത്രയും ക്യാമറ, ഇത്രയും പോലീസുകാർ, ഇത്രയും ജനങ്ങൾ, ഇവരുടെ ഇടയിൽ പോലും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥ കാക്കി ധരിച്ചു നിൽക്കുന്ന അവരോട് പെരുമാറുന്ന രീതി, ഇവനെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഈ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇവൻ്റെ കയ്യിൽ കിട്ടിയ എന്തായിരിക്കും അതിൻ്റെയൊക്കെ അവസ്ഥ? പോട്ടെ, ഇവൻ്റെ വീട്ടിലുള്ള അമ്മയും പെങ്ങളും കുഞ്ഞുങ്ങൾ പോലും ഏത് അവസ്ഥയിൽ സുരക്ഷിതരായിട്ട് നിൽക്കാൻ പറ്റും? ഇവൻ്റെ അടുത്ത് സുരക്ഷിതരാണെന്ന് പറയാൻ പറ്റുമോ? ഇവനെപ്പോലെ ഉള്ളവർ കാരണമാണ് നല്ല അച്ഛനമ്മമാരെ പോലും, നല്ല അച്ഛന്മാർ, നല്ല സഹോദരന്മാർ, നല്ല സുഹൃത്തുക്കളെ പോലും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടി വരുന്നത് ഇവന്മാരെ പോലുള്ളവന്മാർ കാരണമാണ്. ഇത്രയും ഒരു പൊതു സദസ്സിൽ, ഇത്രയും ആളുകൾക്കിടയിൽ വെച്ച് ആ ഒരു സ്ത്രീ, പോലീസ് ഉദ്യോഗസ്ഥ പോട്ടെ, ആ ഒരു പദവി ഇട്ടേരെ, ഒരു സ്ത്രീയോട് ഇത്ര ഹീനമായ രീതിയിൽ പെരുമാറുന്ന ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത്? ഒരു പ്രതിഷേധം നടക്കുവാണ് അവിടെ. അതിനകത്തുള്ള രസം എന്താണെന്ന് അറിയാവോ? കോമഡി. എന്തിനു വേണ്ടിയിട്ടാണ് പ്രതിഷേധിക്കുന്നത് ഇവന്മാർക്ക് അറിയില്ല. ഗണേഷ് കുമാറിനെ തടയുക, പ്രതിഷേധിക്കുക. അപ്പം ഈ ഒരു പ്രതിഷേധത്തിൽ എന്തിനാണ് ഈ ഒരു പ്രശ്നം എന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഇവന്മാരോട് വളരെ തന്മയത്തോടുകൂടി നമ്മുടെ ഗണേഷ് കുമാർ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അതുകൂടെ കണ്ടിട്ട് വരാം. ഫീഡിംഗ് റൂം തുറന്നിട്ടില്ല, ഇവിടെ പോലീസിന് എയ്ഡ് പോസ്റ്റ് ഇല്ല, പിക് പോക്കറ്റും കഞ്ചാവാണ് ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഇപ്പോഴാണ് നിങ്ങൾ AC റൂം ഉദ്ഘാടനം ചെയ്ത് ഫീഡിംഗ് റൂം അതിനകത്തുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കാത്തത്? ബസ്സുകൾ മുഴുവൻ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ഈ കെട്ടറത്തെ നമ്പർ അതിലെ ഒരു വ്യക്തിയെ വിളിച്ച് നമ്മുടെ ഗണേഷ് കുമാർ സംസാരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്.
അപ്പം തല എന്ന് വയ്ക്കുമ്പോൾ ചെവിടെ എന്നാണ് ഉത്തരം കിട്ടുന്നത്. മന്ത്രി ഞാനൊന്ന് പറയട്ടെ, അവർ പറയാൻ പോലും സമ്മതിക്കുന്നില്ല. മന്ത്രിയോട് എനിക്ക് തോന്നുന്നു ഇത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നാലും എനിക്ക് കുറച്ച് വ്യക്തികളെ രാഷ്ട്രീയത്തിൽ ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയവും ഇല്ല കേട്ടോ. വ്യക്തികളെ മാത്രമാണ് ഞാൻ നോക്കുക. എനിക്കൊരു സത്യം പറഞ്ഞാൽ വിശ്വസനീയമായ ഒരു രാഷ്ട്രീയ പാർട്ടികളില്ല. എല്ലാവരും ആരാണോ നമുക്ക് നന്മ ചെയ്യുന്ന അവരാണ്, നമുക്ക് സേവനം അനുഷ്ഠിക്കുന്ന ആരെയാണോ അവരെയാണ് അനുകൂലിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകം നമുക്കൊരു രാഷ്ട്രീയ ചായ്വൊന്നുമില്ല. അപ്പോൾ ഗണേഷ് കുമാറിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ലൊരു മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു രീതിയിൽ ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് വളരെ തന്മയത്തോടുകൂടി സംസാരിക്കുന്ന ആ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഞങ്ങളുടെ ഒരു നല്ലൊരു ബാത്റൂം ഇല്ല, എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്താ ഓടി പോകാൻ പറ്റുന്നില്ല, പിന്നെ ഇവിടെ ഒരു ഫീഡിങ് റൂം ഇല്ല എന്നൊക്കെ പറയാം. അപ്പം ഓരോന്നിനും ഗണേഷ് കുമാർ ഉത്തരം പറയുന്നുണ്ട്. ഉത്തരം പറയുന്ന സമയത്ത് ചോദിക്കുന്നത് ഈ കെട്ടിടത്തിന് നമ്പർ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അത് തന്നില്ല മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഉത്തരങ്ങളാണ് മറ്റേ ആൾ കൊടുക്കുന്നത്. അതുപോലെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ ഒരു ബാത്റൂം ഇല്ല എന്നുള്ളൊരു നിവേദനം എനിക്ക് തന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ പ്രതിഷേധിച്ചു, ഞങ്ങൾ നിവേദനം തന്നിട്ടില്ല, പ്രതിഷേധിച്ചു എന്ന് പറയാം. അതാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധം എന്ന് പോലും ഇവർക്ക് അറിയില്ല. പണ്ട് ഈ നമ്മൾ ആളെ കൂട്ടുക എന്ന് പറയും, കൂലിക്ക് ദിവസേന ഇന്നൊരു സംഭവം ഉണ്ട്, ഒരു ബിരിയാണി ഇത്ര രൂപ എന്തിനാ ഇന്ന് ജയ് വിളിക്കാൻ വരണം, ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൂടി ജയ് വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഏതിനു വേണ്ടിയിട്ടാണെന്നൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ വിമർശിക്കണം, ആ ഉത്തരം മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ. ഈ ഒരു പ്രശ്നം ഈ രാഷ്ട്രീയ പാർട്ടിയല്ല ഞാൻ പറയുന്നത്, ഈ വ്യക്തികൾ ചിലപ്പോൾ ആ ഒരു പാർട്ടിയിലുള്ള ആൾ പോലും ആയിരിക്കണമെന്നില്ല ഇയാള്. ഈ ഏതൊരു കാര്യവും എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനകത്ത് ഇറങ്ങി ചെല്ലാനെന്നൊരു നിർദ്ദേശം കൂടിയുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതൊന്നുമല്ല. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. വാതോരാതെ പ്രസംഗിക്കും എല്ലാവരും. സ്ത്രീകൾ അബലയാണ്, സ്ത്രീകളെ സംരക്ഷിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ ഒരു ജനക്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പൊതു സമൂഹത്തിൽ പോലും നമ്മൾ ഒട്ടും സുരക്ഷിതരല്ല. ഇത്ര ആൾക്കൂട്ടത്തിൽ ഇത്രയും ഹീനമായ പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ളവന്മാർ ഒറ്റയ്ക്ക് കിട്ടിയാൽ എന്തായിരിക്കും അവന്മാർ ആ സ്ത്രീകളോട് ചെയ്യുന്ന രീതി എന്ന് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഭയമാണുള്ളത്. ഈ ഒരു സമൂഹത്തോട് വളരെ പുച്ഛം തോന്നും സത്യം പറഞ്ഞാൽ. എന്താണ് ഇവനൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന എന്ന് മനസ്സിലാകുന്നില്ല സത്യം. പറയുന്നതിൽ കുറച്ച് നമുക്ക് വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് മാത്രം ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അനുവദിക്കുന്നില്ല അവന്മാരെയൊന്നും ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവരൊന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക. സ്ത്രീകൾ ഈ സമൂഹത്തിൽ സുരക്ഷിതരാണോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ച് ഉത്തരമെഴുതുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.